ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീക്ക് നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമ്മൾ കഴിഞ്ഞ വീക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ വീക്കായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂബിലന്റ് ഫുഡ് ആണ്. ജൂബിലന്റ് ഫുഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റ് ഈ ഒരു സ്പോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ പ്ലാൻ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു. ബട്ട് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും പുതിയ ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരതി എയർടെൽ ആണ്. ഭാരതി എയർടെൽ ആണ് നമുക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നിട്ടുള്ളത്. നമ്മൾക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ രീതിയിൽ തന്നെ സ്റ്റോക്ക് പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത സ്റ്റോക്ക് ബെല്ലാണ്. ബെൽ എന്ന് പറയുന്ന സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാൻ കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. അതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. ഈ ഒരു സ്പോട്ടിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡ് പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റോക്ക് ഭാരത് ഫോഗ് ആണ്. ഓക്കെ, ഭാരത് ഫോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. കറന്റ് ഇത് വാലിഡ് ആണ്. ഈ ഒരു സ്പോട്ടിലേക്ക് മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് JSW സ്റ്റീൽ ആണ്. ഓക്കെ, JSW സ്റ്റീലിൽ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു മൂവ്മെന്റ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തതിനു ശേഷം അപ്പർ ലെവലിലേക്ക് നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെയും നമുക്ക് ഉണ്ടായിരുന്നു. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക് ആണ്. ഓക്കെ, ആക്സിസ് ബാങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ഈ രണ്ട് സോണുകളാണ്. ഓക്കെ, ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് സൈഡ് വേസ് ആണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നല്ല രീതിയിലൊരു മൂവ്മെന്റ് ആക്സിസ് ബാങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2-3 സ്റ്റോക്കുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്കിലേക്ക് നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്കുകൾ ആഡ് ചെയ്യാണ്ട് ആ സ്റ്റോക്കുകളൊക്കെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗ്രാസിമാണ്. ഗ്രാസിം എന്ന് പറയുന്ന സ്റ്റോക്ക് സോ ഈ ഒരു സ്പോട്ട് അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവേഴ്സൽ ട്രേഡാണ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. ഈ സ്പോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സൽ പ്ലാൻ നമുക്ക് കൊണ്ടുവരാം. പ്രോപ്പറായിട്ടുള്ള റിവേഴ്സൽ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ, റിവേഴ്സൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു സ്പോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI പ്രൊഡക്ഷനിലാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഗ്രാസിമിൽ കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഈ പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഒരു റിവേഴ്സൽ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെയും പ്രോപ്പറായിട്ടുള്ള റിവേഴ്സൽ കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് UPL ആണ്. ഓക്കെ, UPL ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബ്രേക്ക് ഔട്ടാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് ബ്രേക്ക്, ഇവിടെ റെസിസ്റ്റൻസ് എടുക്കാം. ബട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടിപ്പിൾ റീസൺസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ നമ്മുടെ 50 മിനിറ്റ്സിലേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ട് എൻട്രി ആണെങ്കിലും സോ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്ക് ആണ്. ഓക്കെ, യൂണിയൻ ബാങ്കിലും ഞാനൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ട് ആണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു മൂവ്മെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഈ റേഞ്ചുകളിൽ എടുത്തിട്ടുണ്ട്. അപ്പം വൺസ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ടാറ്റ എൽക്സി ആണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലും ഞാൻ ഒരു ബ്രേക്ക് ഔട്ട് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ്. വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്, ഈ ഒരു ഹൈ വരെയെങ്കിലും പോകാനുള്ള ഒരു ചാൻസസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വീക്കിലി ക്യാൻഡിലെ ക്ലോസിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. അപ്പം ഈ ഒരു വീക്കിലേക്ക് ഇത്രയും സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അനാലിസിസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീക്കിൽ കാണാം. അതുവരേക്കും ബൈ.